ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അതെ. അതിനു വേണ്ടി നമ്മൾ ഒരു ഇടത്തരം വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി വലുപ്പമുള്ള വഴുതനങ്ങയാണ്. രണ്ട് വഴുതനങ്ങ? രണ്ടല്ല, ഒന്ന്. ഒരു വഴുതന, ഒരു വലിയ വഴുതനങ്ങ. അത് കൂടുതൽ തിക്കായിട്ടും കൂടുതൽ തിന്നായിട്ടും അരിയരുത്. ഒരു അത്യാവശ്യം കാലിഞ്ച് കനത്തില് വട്ടത്തില് അരിയുക. ഇതേപോലെ ഇതേപോലെ വട്ടത്തിൽ അരിയുക. ഇങ്ങനെ ഈ പരുവത്തിന് വേണം അരിഞ്ഞെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ വഴുതനങ്ങ നമുക്ക് മിക്സാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അത് നമുക്ക് ഈ വഴുതനയ്ക്ക് നല്ല ക്രിപ്സി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര് വേണമെന്നില്ല, ഓപ്ഷനിലാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ശകലം വെള്ളം ചേർത്ത് ചാലിക്കാം. ഒരുപാട് ലൂസാവാൻ പാടില്ല. ഒരുപാട് ലൂസാവല്ല, ഒരു മീഡിയം പരുവത്തിന് ടൈറ്റായിട്ടിരിക്കണം. കുറച്ച് ലൂസായിട്ടും, ടൈറ്റല്ല, കുറച്ച് ലൂസായിട്ട്. നമ്മൾ ഒരിക്കൽ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്. പക്ഷെ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല. നമ്മള് ഇതുണ്ടാക്കി ഇത് പറഞ്ഞു തന്നത് അമ്മയ്ക്കറിയാം. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം അമ്മ സ്കൂൾ വിട്ട് വരുമ്പം ഇത് ഫ്രൈ ആക്കിയൊക്കെ തരുമായിരുന്നു. അമ്മ കൃഷി ചെയ്ത വഴുതനങ്ങ. ഇത് ഈ കൂട്ടിലേക്കിട്ട് ഈ വഴുതനങ്ങ നമുക്ക് ഇളക്കിയെടുക്കാം. നല്ലപോലെ അരപ്പ് പിടിക്കണം. അതേപോലെ നല്ലപോലെ ഇളക്കിയെടുക്കണം. അതിനകത്ത് നല്ലപോലെ പിടിക്കണം. ഉപ്പൊക്കെ കുറച്ചേ ആകാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വഴുതനങ്ങയൊക്കെ ഒരുപാട് ഉപ്പിട്ടാൽ ഉപ്പ് ചെവയ്ക്കും. അതുകൊണ്ട് ശകലം ഉപ്പേ ഇടാവുള്ളൂ, കൂടുതൽ. അപ്പം നമ്മൾ വഴുതനങ്ങയെല്ലാം മസാലയിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് അപ്പം നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് തീ കത്തിക്കുകയാണ്. ഇനി അതിലേക്ക് 2-3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരുപാട് ചെറുതായിട്ട് മതി അല്ലേ? വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇടാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഈ മാഗ്നേറ്റ് ചെയ്ത വഴുതനയുടെ കഷ്ണങ്ങൾ ഈ വെളിച്ചെണ്ണയിലാണെങ്കിൽ വഴുതന ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണയിൽ ഉണ്ടാകുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലും മറ്റും ഉപയോഗിക്കുന്നതിനേക്കായി വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്നതിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതെല്ലാം ഇതിനകത്തോട്ട് നിരത്താം. ഇത് നമുക്കിപ്പം മീനും ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും ഒരു ഫിഷിൻ്റെയൊക്കെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരും. ചോറ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മറ്റുള്ള കറികളൊന്നും വേണ്ടാന്ന് തോന്നും. കറിവേപ്പില ഒന്ന് ഇതായിട്ട് ഇടാം. വഴുതനങ്ങ കഴിക്കാത്തവർക്ക് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്ത് കൊടുത്താൽ വലിയ ഇഷ്ടമായിരിക്കും. മുതിർന്നവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ എത്ര വഴുതനങ്ങ കഴിക്കാത്തവരും കഴിച്ചു പോകും. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ഇതിന് മേളിൽ ഇടാം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേ ഇടാവുള്ളൂ. കൂടുതലായിട്ട് കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് നല്ലൊരു മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഇത് തിരിച്ച് ഇടാറായി വരുന്നുണ്ട്.
നല്ല അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നു ഇല്ലയോ? അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡിയായി ഇല്ലയോ? നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ സെർവ് ചെയ്യണം? അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സൂപ്പർ ആയിട്ടുണ്ട് ഇല്ലയോ? ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.